സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. സോ വൺസ് അഗൈൻ വെൽക്കം all of you and now you are watching Star Magic. വെൽക്കം. ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സർവീസ് നൽകുന്നതിലും വേറൊരു റേഞ്ച് ആണ് മൈജി എന്ന് വേണം പറയാനായിട്ട്. അതിനുവേണ്ടി മൈജി ഒരുക്കുകയാണ് മൈജി കെയർ റിപ്പയറിംഗ് സെന്ററുകൾ. അതായത് വളരെ മിതമായ സർവീസ് ചാർജുകളിൽ എല്ലാവിധ സുരക്ഷതകളും നിങ്ങൾക്കായിട്ട് എൻഷുർ ചെയ്തുകൊണ്ടാണ് മൈജിയുടെ ഓരോ സർവീസസും നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പണം പല തവണകളായിട്ട് അടയ്ക്കാനുള്ള വായ്പാ സൗകര്യവും നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. സുതാര്യമായിട്ടുള്ള ഗാഡ്ജറ്റ് സർവീസസിനായിട്ട് മൈജിയുടെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം കേട്ടോ. അത് മാത്രമല്ല, മൈജിയുടെ സർവീസ് കെയർ സെന്ററുകളും ഉണ്ട്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അതുപോലെ ഈ ഒരു സർവീസും നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യേണ്ടത് നമ്മുടെ ശ്വേത ചേച്ചിയാണ്. സോ വൺസ് അഗൈൻ ലെറ്റ്സ് വെൽക്കം ശ്വേത മേനൻ ടു സ്റ്റാർ മാജിക്. ചേച്ചി, നമ്മളിപ്പം ചാനൽസിൽ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഷോന്റെ ഭാഗമായിട്ടൊക്കെ വരാറുണ്ടല്ലോ. ഈ ലൈവ് ന്യൂസ് ഒക്കെ നടക്കുമ്പോ അങ്ങനെ ബ്യൂറോയില് പോവാ, അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാറൊക്കെ ഉണ്ടോ? നോട്ട് അറ്റ് ഓൾ. ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് എന്റെ അഭിപ്രായങ്ങൾ കൊടുക്കാറില്ല. ഓഹോ, അത്രയും വാല്യുബിൾ ആണല്ലേ. എന്നാൽ ഫ്രീ ആയിട്ട് കുറച്ച് അഭിപ്രായം നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിൽ ഒബ്വിയസ്ലി അത് നമ്മളിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അല്ല, ചേച്ചി പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് അഭിപ്രായങ്ങൾ ന്യൂസ് ബ്യൂറോയിൽ കൊടുക്കാറില്ലെന്ന്. കുറച്ച് നേരത്തേക്ക് സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു ഫ്ലോർ ഒരു ന്യൂസ് ബ്യൂറോ ആയി മാറാൻ വേണ്ടി പോവാ. ആ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ തരാമോ? ഓക്കെ. അപ്പൊ ഏതായാലും ഇതൊരു അടിപൊളി നിങ്ങൾ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കിഡലൻ സ്കിറ്റിലേക്കാണ് ശ്വേത ചേച്ചിയും ഇതിലൊരു പാർട്ടിസിപ്പന്റ് ആവുന്നുണ്ട്, ഒരു ടീമായി മാറാൻ പോവാണ്. സോ ലെറ്റ്സ് ഓൾ എൻജോയ്. വരുന്ന ഒരു മണിക്കൂർ ന്യൂസ് ടൈം ചർച്ച ചെയ്യുന്നു കേരളത്തെ നടുക്കിയ ഒരു സംഭവത്തിലേക്ക്. ഇന്ന് ന്യൂസ് ടൈം ചർച്ച ചെയ്യുന്നു പ്രഭാത സവാരിക്കിടെ ഒരു തെരുവ് നായയുടെ അറഞ്ചം പുറഞ്ചം കടിയേറ്റ ഒരു യുവാവിന്റെ ദാരുണമായ കഥ. ഇത് ശരിയോ അതോ തെറ്റോ? ഇന്നത്തെ ന്യൂസ് ടൈമിൽ ചർച്ചയ്ക്കാനെത്തിയിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. തിരുവനന്തപുരത്തു നിന്നും ഏതോ ഒരുത്തന്റെ കൂടെ കോഴിക്കോട്ടേക്ക് ഒളിച്ചോടി വന്ന് ഒടുവിൽ സഹികെട്ട് അയാൾ ഉപേക്ഷിച്ചു പോയ നിരീക്ഷക സരസമ്മ ചേച്ചി കോഴിക്കോട് ബ്യൂറോയിൽ നിന്നും. സോറി സാർ. എന്തോ സോറി? നിങ്ങൾ വീഗാലാൻഡ് ടൂർ വന്നാണോ? ഇറങ്ങി വരാൻ മര്യാദക്ക് വരാൻ സ്റ്റെപ്പ് പണിഞ്ഞിട്ടേക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോഴേ നമ്മളവിടെ കുന്നുണ്ട്, കുന്നിന്റെ അവിടെ കൂടെ ചരകി പറഞ്ഞ പോലെ തോന്നി. ചരകി വരുന്നു? എന്തൊരു ഭാഷയാണിത്? തിരുവനന്തപുരം ചരകി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ചരകി വരാന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അത് കാണിക്കണ്ട, പറഞ്ഞത് തന്നെ കൂടിപ്പോയി. അയ്യോ വേണ്ട, എന്റെ പാറ്റും വലിച്ചു വരികയാണ്. എന്തിനു വന്നാണ് നിങ്ങള്? ഇരിക്കൂ, നിങ്ങളെ കോഴിക്കോടേക്ക് പോയിരിക്കും. സാർ ഇതെന്താ സാർ, കോഴിക്കോടാണോ? നമ്മൾ കോഴിക്കോട്ടിലാണോ സാറേ ഇരിക്കുന്നത്? കോഴിക്കോട്. കോഴിക്കോട് എഴുതിയിരിക്കുന്നത് അത് കോഴിക്കോട് ബ്യൂറോ. പ്ലീസ് അവിടെ പോയിരിക്കും. താങ്ക് യു സാർ. സാമൂഹ്യ നിരീക്ഷകയാണ്. അടുത്തത് ഈ ചർച്ചയിൽ നമ്മളോടൊത്ത് സംവദിക്കുന്നതിനായി നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞൻ സാർ ഐസ് കുട്ടൻ. എങ്ങനെയെന്തോ സാർ തിരുവനന്തപുരം ബ്യൂറോയിൽ പോയിരിക്കണം കേട്ടോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ബൾബിന്റെ ചൂട്ടിലിരുന്ന് പഠിച്ച ശാസ്ത്രജ്ഞനാകാം. അപ്പൊ എനിക്ക് അതിന്റെ ഒരു വിലയുണ്ട് മറ്റുള്ളവർ ഇതിനു ശേഷം. അല്ലാതെ ഞാൻ ആദ്യം പോയി ഇരിക്കുന്നത് തെറ്റാണ് സാറേ. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിച്ച് നടന്നിട്ട് പിന്നെ ഈ കറണ്ട് പോയി കഴിയുമ്പോഴാണോ നിങ്ങൾ പോസ്റ്റിൽ പഠിക്കാൻ? അതെങ്ങനെ ഞാൻ പഠിച്ചത്? ഇത്ര വലിയനായില്ലേ. ഞാൻ എന്തായാലും സീറ്റ് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം ചേർന്നോളാം കേട്ടോ. സീറ്റ് പിടിച്ചിട്ടുണ്ടെന്ന്? സീറ്റ് പിടിച്ചാൽ KSRTC ബസ്സാണ് ഇത്. അത് എന്തോ ആയിക്കോട്ടെ മനുഷ്യ, ഇത് കേട്ടല്ലോ. ഇതൊരു ചാനൽ ചർച്ചയാണ്. മറ്റുള്ളവരെ വിളി.
അയ്യോ അതിനകത്തൊന്നും പിടിച്ച് തിരിക്കരുത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഹേ, ഹോ, ഹേ, ഹേ, കളിക്കൂ, ഹേ. സാറേ അത് ചാനൽ മാറിപ്പോ. അവിടെ ഇരിക്കും. അവിടെ സാർ അകത്ത് കയറി ഇരിക്കും സാർ. ഹലോ കോഴിക്കോട്. ഹായ് സാറേ, ഞാൻ തിരുവനന്തപുരമാണ്. ഇതെന്താ കോഴിക്കോട്ട് കൊണ്ടിരുത്തല്ലോ? അല്ല നിങ്ങൾ തൽക്കാലം ഇപ്പൊ നിരീക്ഷകയാണല്ലോ. അത് ഇപ്പൊ ഏത് ജില്ലയിലാണ് പ്രശ്നമില്ല. ഞാൻ എപ്പോഴും അങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കണോ നിരീക്ഷകയെ? കുഴപ്പമില്ല സാറേ, ഇരുന്നോ കേട്ടോ. ഞാൻ കൊല്ലത്ത് നിന്നാ പോരെ. താൻ എന്തോടെ കാണിക്കുന്നത്? എന്റെ പൊന്ന് സുഹൃത്തെ സാത്രഞ്ഞോ. ശരി തുടങ്ങിക്കോ. സൈഡിൽ കൂടെ കയറുവാ. ഇത് മൊത്തം കുളവാക്കിയിട്ടേ ഇത് പോത്തോളം തോന്നുന്നു. അവിടെ നിന്ന് പരീക്ഷിച്ചോട്ടോ. ഓക്കെ. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇടുക്കി ബ്യൂറോയിൽ നിന്നും പ്രശസ്ത സിനിമാ സംവിധായകൻ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ചൂരപ്പെട്ടി ശ്രീധരൻ. അടുത്ത സിനിമയിൽ ഒരു വില്ലന്റെ വേഷമുണ്ട്. ഞാൻ ചെയ്യണം. എനിക്കോ? ഞാൻ അങ്ങനെ അഭിനയിച്ച് വലിയ തടക്കവും പഴക്കമൊന്നുമില്ല. നല്ല പഴക്കമുണ്ടത് കാണുമ്പോൾ എനിക്കറിയാം. നിങ്ങൾ അഭിനയിക്കണം. ഇനി നല്ലൊരു സാധനം ഞാൻ ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. കിടുക്കണ ഒരു വില്ലനാ. എന്ത് പറഞ്ഞാലും മിണ്ടാന്ന് നിങ്ങനെ കണ്ണുരുട്ടി കാണിച്ചോണ്ടിരിക്കുന്ന ഒരു വില്ലൻ. അയ്യോ നമ്മൾ കാട് കയറിപ്പോന്നു. ഇത് ചർച്ചയാണ്. ഞാൻ ഇതിനകത്ത് ഏത് കടക്കത്താ കയറണ്ടേ? കടയോ? പിന്നെ എന്തോ പെട്ടിക്കടയിൽ ഇത് ചാനൽ ചർച്ചയാണിത്. ഞാൻ അവിടെയാണ് പോണ്ടേ? അതെ അതെ അത് ഒക്കെ ടെലിവിഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇടുക്കി ബ്യൂറോയിലേക്കാണ്. സാറേ എനിക്ക് എന്തെങ്കിലും വേഷമുണ്ടോ? ഹലോ ഹലോ സുഹൃത്തെ, നിങ്ങൾ പല ജില്ലകളിലാണ്. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അന്യോന്യം സംസാരിക്കാൻ പാടില്ല. ദേവിയത് അങ്ങനെയുണ്ടോ? മനസ്സിലായി? നിങ്ങൾ പല ജില്ലകളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ടാ സുഹൃത്തെ കയറണം. നിങ്ങൾ അതൊന്ന് പറ. ആ ഇടുക്കിയിലോട്ടൊന്ന് പോയി ഇരിയടോ. ആ ഇടുക്കിയിലോട്ട് ചെയ്യൂന്ന് കഷ്ടമെന്ന് പറയുന്നത്. അടുത്തതായി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും വള്ളുവനാടൻ ഭാഷയുടെ ഉപജ്ഞാതാവുമായ ശ്രീമാൻ സച്ചിൻ ടെണ്ടുൽക്കർ. അല്ല ബാറ്റൊക്കെ എവിടെയാണ് സാർ? ബാറ്റൊക്കെ എവിടെ? ബാറ്റ് പാടുമൊന്നുമില്ല. പാടല്ലേ ഇത്? എന്റെ കബഡിപ്പലക. അല്ല ടെണ്ടുൽക്കർ അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ. അതെങ്ങനെ ഈ പേരെങ്ങനെ വന്നു? അതെ, എന്റെ ഒറിജിനൽ പേര് സച്ചിദാനന്ദൻ എന്നാണ്. പണിയില്ലാതെ ഇങ്ങനെ നാട്ടിൽ തെണ്ടി നടന്നപ്പോ നാട്ടുകാരെല്ലാം കൂടി ഇട്ട പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ. രണ്ട് പേരും കൂടെ ചേർത്ത്. ഒരു കാര്യം ചെയ്യൂ, കണ്ണൂർ പോയിരിക്കും. കണ്ണൂർ ഇവിടെയാണ്. കണ്ണൂർ ബ്യൂറോയിൽ. ഹലോ ഞാൻ കോഴിക്കോട് വഴി അങ്ങ് പോയിക്കോളാന്ന്. അതങ്ങനെയല്ല. അമ്മ ചേച്ചി അങ്ങോട്ട് മാറി. അമ്മ ചേച്ചി ഇങ്ങോട്ട് നീങ്ങ. ക്യാമറ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് ഇവിടെ ഗസ്റ്റ് ആയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട, ഏറെ സുപരിചിതയായ, ബംഗാളികളുടെ മൊബൈലിൽ പോലും മുഴങ്ങിക്കേക്കുന്ന ഒരു ഗാനമുണ്ടല്ലോ. ചെമ്പകപ്പൂങ്കാട്ടിലേ പൂങ്കാട്ടിലേ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കൈ കണ്ടു ഞാൻ നിന്നെ പൊന്നാതിരേ നിന്നാ മതിയോ? അതോ ഇതൊരു രാഗമാണ്. ആ രാഗം ഇങ്ങനെ ഒഴുകിപ്പോകും. അതുപോലാണ് നമ്മുടെ ഗസ്റ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്വേത മേനൻ. നമസ്കാരം. ആലപ്പുഴ ബ്യൂറോയിൽ ഇരിക്കാം. ഞാൻ ഒരുപാട് കാലം കൊണ്ട് കാണണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. കാരണം ഒരുപാട് അല്ല ഈ ജ്യൂസ് അല്ല, ഇത് മെർക്കുറി എന്ന് പറയുന്ന സാധനമാണ്. മെർക്കുറി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ രസം. രസം. നമുക്ക് മോരില്ലെങ്കിൽ ഈ മെർക്കുറി ഒഴിച്ച് കഴിക്കാം. അപ്പൊ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇവരെല്ലാരും ആരൊക്കെയാ? വിവിധ തുറകളിലുള്ള ആളുകളുണ്ട്. ഇത് പിന്നെ സാമൂഹ്യ പ്രവർത്തകയാണ്. അദ്ദേഹം സിനിമാ സംവിധായകനാണ്. അറിയില്ലേ? ഞാൻ എങ്ങാണ്ട് കണ്ടുവരികയുണ്ട്. ഞാൻ ഈ പുള്ളിയോട് ചോദിക്കുന്നത് ആരെന്നാ കിഴങ്ങനാടോ സംവിധായകൻ വന്നേക്കുന്നത്? അത് നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ട് ജില്ലകളിലാണ്. പ്ലീസ്. മാഡത്തിന് പട്ടികളെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടാ. എന്റെ വീട്ടില് 2 പട്ടികളുണ്ട്. ഒരു പട്ടീന്റെ പേര് ബോളി, രണ്ടാമത്തെ പട്ടീന്റെ പേര് ഇതുവരെയ്ക്കും വെച്ചിട്ടില്ല. രണ്ടാമത്തെ പട്ടിക്ക് പേരിട്ടില്ല? ഇല്ല. എങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സാറിന്റെ മേഡത്തിന്റെ രണ്ടാമത്തെ പട്ടിക്ക് പേരിടുന്നു. ഒന്നാമത്തെ ബോളിയായ സ്ഥിതി, രണ്ടാമത്തേത് വെട്ടുകേക്ക്. സൂപ്പർ. നെയ്യപ്പം അല്ലേ? അല്ല അച്ചപ്പം. എല്ലാം ഒന്ന് തന്നെ. 4 മണി പലഹാരങ്ങളാണ് ഇതെല്ലാം. എന്തായാലും കടിക്കുന്ന സാധനമുള്ളൂ. 4 മണിക്ക് ഇരിക്കട്ടെ. മാഡം മിസ് ഇന്ത്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോ ഈ പട്ടികളെ കുറിച്ച് എന്തൊക്കെയോ ഈ ജന്മത്തില് നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അടുത്ത ജന്മത്തില് ഏതെങ്കിലും ഒരു എന്താ പറയാ ആനിമൽ ആവണമെങ്കിൽ ഏത് ആനിമൽ ആണ് ആവാൻ ഇഷ്ടം? അപ്പൊ എന്തിനാണ്? അപ്പൊ ഞാൻ എന്താ എഴുതിയറിയോ? പട്ടി.
എന്താണ് അങ്ങനെ തോന്നാനുള്ള ഒരു നിങ്ങളെ കാരണം? വിളിച്ചതല്ല, പട്ടിയാവാനാണ് എനിക്ക് ആഗ്രഹം. ബ്രേക്കിംഗ് ന്യൂസ് അടിയിൽ സ്ക്രോൾ വിട്ടോളൂ. ശ്വേതാ മേനോന് അടുത്ത ജന്മത്തിൽ പട്ടിയാകാനാണ് ആഗ്രഹം. സർ, ബ്രേക്കിംഗ് ന്യൂസ്. മതിയാ? ബ്രേക്കിംഗ് ന്യൂസ് അത് പൊക്കോളൂ. അത് ഞാൻ പിന്നീട് ഞാൻ തന്നെ എന്ന് ഒട്ടിക്കണം. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ചോളാം. അടുത്തായിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് ഒരു പ്രമുഖ വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇര, പ്രഭാത സവാരിക്കിടെ പട്ടിയുടെ ഇരയായ ടോമി. ഞാൻ ആ ടോമിയെ വളരെ വിനീതമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊള്ളാം കേട്ടോ, നല്ല പരിപാടി. പട്ടി കടിച്ച് ഒരാള് TV ന്യൂസിലോട്ട് കയറി വരുമ്പോ ഇടാൻ പറ്റിയ പാട്ടാണ് ഇട്ടേക്കുന്നത്. എന്ത് പറ്റി സാർ? ഇത് അല്ല, നല്ല പാട്ടാ. എന്റെ വേദന അനുസരിച്ചുള്ളൊരു പാട്ട് തന്നാ പോരോ എനിക്ക് കയറി വരുമ്പോ. ഇടോ, അയാൾക്ക് വേദനയ്ക്ക് പറ്റിയ ഒരു പാട്ടിട്ട് കൊടുക്ക്. സാനിറ്റൈസറല്ലേ ഇങ്ങനെ കണ്ടോ? എല്ലാം കടിച്ച് ആരെങ്കിലും ഒരു 10 രൂപ കൊടുത്ത് വിടറേ. പട്ടി കടിച്ചു പറിച്ച്. ചേട്ടാ, ഈ ഷർട്ട് എവിടുന്നാ വാങ്ങി? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റിപ്ഡ് ജീൻസ് പോലെ അല്ലേ? അയ്യോ, ഇത് മോഡലല്ല. പറഞ്ഞില്ലേ, പ്രഭാത സവാരിക്കിടെ പട്ടി കടിച്ചു പറിച്ചാന്ന്. നല്ല ഡിസൈന്. എനിക്കും തോന്നി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പട്ടി കടിച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് അവിടെ നിന്നത്. ആ. ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. പിന്നെ? കുറെ ചാനലുകാർ എന്നെ എടുത്തോണ്ട് നേരെ ഇവിടെ കൊണ്ട് കൊണ്ടുവന്നതാ. എന്നാ ചാവുന്നതിന് മുമ്പ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ. ഞാൻ ആ പരുവത്തിൽ നിൽക്കുകയാണ്. ഓക്കെ. എന്താണ് കയ്യിൽ? എന്താണ് അത്? കുറച്ച് ഇറച്ചിയാ. ഒരു മനുഷ്യന്റെ അവസ്ഥയൊന്നും നോക്കണം. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ അദ്ദേഹം ബീഫ് മേടിക്കാൻ പോയതാണ്. ആ പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ഈ ക്രൂരമായ അയ്യോ, അതല്ല, ഇത് എന്റെ സ്വന്തം ഇറച്ചിയാണ്. ആ പട്ടിയുടെ വായിന്നും മിച്ചം വന്നത് വലിച്ചെടുത്തതാ. എന്നിട്ട് ആ പട്ടി എവിടെ? ആ പട്ടി ഒന്ന് ലൈവിൽ കിട്ടുമോ? പട്ടിയെ ലൈവിൽ കിട്ടത്തില്ല. പിന്നെ? ഇതേപോലെ വേറൊരു ചാനലുകാർ വന്ന് ആ പട്ടിയെ എടുത്തോണ്ട് പോയി വേറെ ചാനലിലേക്ക്. അവർക്ക് എന്നെ കിട്ടിയില്ലല്ലോ. ഇപ്പൊ ആ പട്ടി വേറൊരു ചാനലിൽ ഇരുന്ന് ഇതേപോലെ ഇരിക്കുകയാണ് സീറ്റില്. ആ പട്ടിയുടെ പേരെന്താണ്? പട്ടിയുടെ പേര് ടോമി. അത് നിങ്ങളുടെ പേരല്ലേ? പട്ടിയുടെ പേരെന്താണെന്ന് പട്ടിയുടെ പേര് എനിക്കറിയില്ല. എനിക്ക് എന്റെ പേര് അറിയോ, ടോമി. ഹലോ, എനിക്ക് നാസിന്ന് വിളി വന്നു. അല്ല, ഞാൻ ഈ പട്ടി ഇങ്ങനെ കമർത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം പൊളിച്ചെടുക്കൂടെ ഓരോ സൈഡിൽ കൂടെ പട്ടി ഒന്ന് എന്തൊക്കെ ചെയ്യാനാവൂ? ഹലോ ശാസ്ത്രു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട്, നിങ്ങൾ ചർച്ച ഒന്ന് വേഗം തീർത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ. ഹലോ, സാധനമല്ല, 10 കോടിയുടെ കണ്ടുപിടുത്തമാണ് ഇപ്പൊ കഴിഞ്ഞത്. എന്തോ കയ്യിൽ നിന്ന് എങ്ങനെ പോവാം എന്നുള്ളത്. താങ്ക് യു. പട്ടി കടിച്ചതിൽ ആകെപ്പാടൊരു ആശ്വാസം ഉള്ളത്. എന്തോ കാണിക്കുന്നത്? ഒന്ന് കട്ട് ചെയ്തത്. തിരുവനന്തപുരം പൊളിഞ്ഞു കിടക്കുന്നു. ഒന്ന് കട്ട് ചെയ്തത്. ഹലോ, ആരെങ്കിലും ഒന്ന് വാടക ഒന്ന് സഹായിക്കും. ഒരു എല്ലാം പൊളിക്കുവാണല്ലോ. തിരുവനന്തപുരം ഒന്നേ പൊളിഞ്ഞു. പിന്നെ ഇയാൾ ഇടുക്കിയും പൊളിച്ചോണ്ട് ഇങ്ങോട്ട് എന്തിനാണ് വന്നത്? അവിടെ പോയിക്കോട്ടെ. പിന്നെ വരണ്ടേ? ഞാൻ ആ തിരുവനന്തപുരത്ത് ഇങ്ങനെ സംഭവിക്കുമായിരുന്നാ? നിങ്ങൾ അവിടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് പൊളിച്ചോണ്ടാണ് നിന്നെ കോഴിക്കോട് വിട്ടത്. ഒന്നും ഉണ്ടായിരുന്നു. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ജ്യോത്സ്യൻ, അദ്ദേഹം ഒരു വൈദ്യൻ കൂടെയാണെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരനെ ഒരു പട്ടി കടിച്ചു എന്നുള്ള വാർത്ത കേട്ടുവല്ലോ. നമുക്ക് എന്താണ് പെട്ടെന്ന് അടിയന്തരമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുന്നത്? എന്താണ്? കടിച്ച ഭാഗത്തിന്റെ തൊട്ടു മുകളിലായിട്ട് ഒരു തുണി വെച്ച് കെട്ടണം. അടിച്ച ഭാഗത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ശ്രദ്ധിച്ചോണം. ഒരു തുണി എന്നിട്ട് വെച്ച് കെട്ടുക. കടിച്ച സ്ഥലത്ത് 2 മീറ്റർ നീളത്തിൽ ഒരു ബ്ലേഡ് കൊണ്ട് വരയുക. ആ കിളവൻ എന്തുവാ പറയണത്? ഇത്രയൊക്കെ കീറിയിരിക്കുന്നു. എന്നിട്ട് 2 മീറ്റർ അകലത്ത് ഞാൻ ബ്ലേഡ് കൊണ്ട് കീറാൻ ഞാൻ എന്തെങ്കിലും ചെറിഞ്ഞു തരും കേട്ടോ. അത് ശരിയാണല്ലോ. അതെന്താ അയാൾ പറയുന്നതിനകത്ത് ന്യായമില്ലേ? അല്ല, ഇയാളാ പാമ്പല്ലേ കടിച്ചത്? അല്ല, പട്ടിയാ കടിച്ചേ. ഇയാൾ എന്ത് ചേമ്പാണ് ഈ പറയുന്നത്? പാമ്പും പഴുതാരയൊന്നും അല്ല, അദ്ദേഹത്തിന്റെ പട്ടിയാണ് കടിച്ചത്. ടോമി, ഈ പട്ടി കടിച്ചപ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? പട്ടിയിലല്ലേ കടിച്ചതല്ല, ചേതാമേനോടൊന്നും അല്ലല്ലോ കടിച്ച വികാരം കാണിക്കാൻ. സാറേ, ഇവിടുന്ന് ഒരു ചെസ് ബോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പട്ടി കടിച്ചതിന് ശേഷം താങ്കൾക്ക് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സർവേ കല്ല് കണ്ടപ്പോ വലത്തെ കാലറിയാതെ പൊങ്ങുന്നുണ്ട്. അയ്യോ, സൂക്ഷിക്കണം. അന്യമാസത്തിൽ പുറത്തിറങ്ങുകയേ ചെയ്യരുത് കേട്ടോ. ഇത് പറയാനാണ് ഇങ്ങനെ വിളിച്ച് വായിൽ വെള്ളം പറ്റിച്ചത്. ഒരു മിനിറ്റ്. കുറെ നേരമായി ശാസ്ത്രജ്ഞൻ അവിടെ ഇരുന്നുകൊണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ കൈ എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളൂ. എനിക്കൊന്നും പറയാനില്ല. പിന്നെ കൈകുത്രം ഒഴിക്കണം. ആ ഒന്നിന് പോണോന്നാ പുള്ളി കൈ കാണിച്ചേ. ഒന്ന് അയ്യ, അങ്ങനെ പറയുന്നത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താന്നിരി
അടിയിലൊരു കുപ്പി വെച്ചിട്ടുണ്ട്. ആ ഓക്കെ താങ്ക് യു. ഓക്കെ, നൈസായിട്ട് അത് കൈകാര്യം ചെയ്തോളൂ. അങ്ങോട്ട് വരാം. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഇന്ന് പട്ടിയാണ് ഇവിടുത്തെ വിഷയം. പട്ടിയുടെ ആക്രമണത്തിന് ഇരയായ ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ എന്റെ വിഷയം പട്ടിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ ആക്രമണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ചെറുപ്പക്കാരന്റെ ദയനീയ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ കടി കൊണ്ടിട്ടുണ്ടോ? നിങ്ങളെ കടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് കിട്ടുമ്പോ അത് കിട്ടും. അവര് വേറെ ഒരു പട്ടീനെ മാത്രമേ കടിക്കാറുള്ളൂ. ഒരു പട്ടി പട്ടീനെ കടിക്കില്ല. ഞാനൊരു സംസാരിക്കണം. ഇവര് ചുമ്മാ വേറെ വീറയാണ്. അവര് പട്ടിയെ എനിക്കൊരു കാര്യമുണ്ടോ? ഈ മാത്രം എത്ര നേരം എന്റെ കാര്യം പറയാൻ സമ്മതിക്കണേ? കാര്യം പറയാൻ അതിന് പറഞ്ഞിട്ട് കാര്യം. ഞാൻ ഞങ്ങളോട് മാത്രം മുഖം കളിപ്പിച്ചു വെച്ച എന്നെ മാഗതുള്ളത് നീ കണ്ടുപിടിച്ച ചർച്ച വളരെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. അതെ ചേട്ടാ, അതെ ബ്രേക്കായി. ചായയില്ലേ? ചായയില്ലേ? ചായല്ലേ? ചായ എന്തൊരു കഷ്ടമാണെന്ന് പറയാം. എന്തോ ഒരു ബഹളമാണ് ഇവിടെ. പുതിയ സിനിമയുടെ താരോദയമാണ്. അടുത്ത സ്റ്റാറാണ് തോന്നുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ MD ആണ് സ്വാഗതം. നീ എന്താണ് കിടക്കുന്നത് എന്തിനാണ്? ചാനലിന്റെ MD ആണ്. ചായ. എടാ ബ്രേക്ക് പറഞ്ഞ കേട്ടായിരുന്നോ? പോയി ചായ എടുത്തോണ്ട് വേണം. ഇവിടെ വന്നേ. അയ്യേ. നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ കോട്ട എടുത്തിട്ടിരുന്നു. നീ ആരോട് ചോദിച്ചിട്ട് കോട്ട എടുത്തിട്ട്? ഇതാരുടെ കോട്ട എടുത്ത് ഇവൻ എടുത്തിട്ട് കൊടുത്തത്? അപ്രന്റീസായി വന്നവൻ ഇവിടെ കിടന്ന് വിളച്ചെടുക്കുന്നു. പോയി ചായ എടുത്തുണ്ടോ? അവനെ വൃത്തിയേടാക്കിയിട്ട് നിങ്ങളെ കൈ കൊള്ളാമല്ലോ. ചായ എടുത്തുണ്ടോ? ചായ എടുക്കാൻ വന്നവനാണ് അവൻ. ആ ഇവിടുത്തെ അപ്രന്റീസ് പോയി. നിങ്ങൾക്ക് വല്ല പായലും മാറാൻ പോകും. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. ഗ്ലാമർ ഉള്ളവനെ പിടിച്ച് ചായ കൊടുക്കാനും മുതുക്കു മുത്തിയ കാണും വരുന്നുണ്ട് വാർത്ത പറയാനും. Thank you. അതെന്നാണ് ഇവിടെ ഒരു സഭ. Okay. പെട്ടെന്ന് നമുക്ക് ചർച്ച തുടങ്ങണം. ചാനൽ ചർച്ചയ്ക്ക് വന്നാൽ ഇതൊക്കെ ഉള്ളൂ. ഒരു രണ്ടെണ്ണം. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ചർച്ച വീണ്ടും മുറുകുന്നു. പട്ടി കടിച്ച ആ ടോമിയെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം. പറയൂ. അയ്യോ, താനല്ലല്ലോ അവിടെ നിൽക്കേണ്ടത്. അത് ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത്. ശരിയല്ല, ഞാനല്ലല്ലോ ഇവിടെ. ഞാൻ എവിടെ പോയി? അയ്യോ എന്റെ കണ്ണൂർ ഇവിടെ. നിങ്ങളല്ലേ അവിടെ ഇരിക്കുന്നു. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ടോ. ഞാൻ പറഞ്ഞ അവനവൻ ഇരിക്കുന്നിടത്ത് അവനവൻ ഇരുന്നില്ല, അവിടെ പട്ടി കയറി ഇരിക്കും. മനസ്സിലായി. തന്റെ പട്ടി കടിച്ചത്. ഞാൻ ജില്ല മാറിപ്പോയി. അയ്യോ എന്റെ സിനിമ നടി ഇവിടെ പോയി. ഇവിടെ താൻ എന്തിനൂടെ കണ്ണൂർ പോയിരിക്കുന്നത്? അതില്ല, മാറിപ്പോയി. ഒരു പഴംപൊരി കണ്ടപ്പോ നിങ്ങൾ ജില്ല മറന്നല്ലോ. നിങ്ങൾ താൻ എന്തിനോട് അവിടെ പോയിരിക്കുന്നു? പോടോ, അവിടെ പോയിടും. എവിടെ പോകുന്നത്? ഇവിടെ അങ്ങോട്ടല്ലോ, ഇടുക്കി പോടോ. എന്റെ കവടിപ്പലക കാണുന്നില്ല. തന്റെ കവടിപ്പലകയോ? നിങ്ങളുടെ കവടിപ്പലക ഇരിക്കുന്നത് ഓ എന്തൊരു കഷ്ടമാന്ന് പറ. ഹലോ ശാസ്ത്രജ്ഞൻ, ദയവ് ചെയ്ത് തിരുവനന്തപുരത്ത് ഒന്നും പോയിരിക്കാമോ? ഞാൻ ഇരുന്നാ മതിയോ സാർ? നിങ്ങൾ ജില്ല തെറ്റിയിരിക്കാതെ അവിടെ അടങ്ങിയിരിക്കുമെന്ന്. എന്റെ ജീവിത മാർഗമാണ് പോയത്, അറിയാവോ? എന്താണ് ഇത്ര വലിയ ജീവിതമാർഗം? ജീവിതമാർഗം എന്ന് വെച്ചാലേ എല്ലാ ദിവസവും 25 ഇഷ്ടിക ഇതിനകത്ത് കൊള്ളു, അറിയാവോ? ഒരു ഇഷ്ടികയ്ക്ക് 2 രൂപ വെച്ച് കിട്ടും ചുമന്ന. ആ അപ്പൊ ജ്യോതിഷമൊന്നും ഇല്ല. ചോദിച്ചിട്ടല്ലേ? പിന്നെ ബ്രേക്കിംഗ് ന്യൂസ്. ശ്വേതാ മേനോൻ ഒരു ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. 2 പഴംപൊരിയും കാണാനില്ല. എനിവേ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ആ ഗ്യാപ്പിലേക്ക് പ്രശസ്ത അവതാരികയും സ്റ്റാർ മാജിക്കിന്റെ നെടും തൂണുമായ ലക്ഷ്മി നക്ഷത്രയെ ഈ വേദിയിലേക്ക്, അല്ല ഈ ചർച്ചയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അഭിപ്രായം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് അവതരിക്കലൊക്കെ? അവതരിക്കൽ നല്ല രീതിയിൽ ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ വിളിച്ചറിയിച്ചിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗസ്റ്റ് പോകേണ്ടി വന്നു. നമസ്കാരം. നമസ്കാരം സർ. ഞാൻ പ്രശസ്ത ശാസ്ത്രജ്ഞനാണ്. എന്റെ പുതിയ കണ്ടുപിടുത്തമാണ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ. പുതിയ കണ്ടുപിടുത്തത്തിന്റെ പേരാണ്. അയ്യോ, ശാസ്ത്രജ്ഞ ഞാൻ നിങ്ങളുടെ പേര് കടമെടുത്തതാണ്. ഐസക് കുട്ടനാണ്. ദീപാവലിക്ക് നമ്മുടെ തറച്ചക്രം ഇല്ലേ, അത് ഇലക്ട്രിക്കൽ തറച്ചക്രം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ അല്ലേ? ഈ പുള്ളി വഴിക്കത്തോടക്കാരനായിരുന്നു.
നോക്ക് കിടന്ന് ഇത് കാണിക്കുന്ന നാടകം. ശാസ്ത്രത്തിലുള്ള ഏതോ കുലിക്ക് കൂത്തം കണ്ട അമ്പലത്തിൽ ഇത് വലിയ കണ്ടുപിടുത്തമൊന്നും അല്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന മിക്സി ഇല്ലേ മിക്സിയുടെ മണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് ബാക്കിയും കൊണ്ട് വന്നേക്കാം ഒന്ന് പോയിരിക്കുന്നു മനുഷ്യ. അതെ, അപ്പൊ കൊല്ലം ബ്യൂറോയിലാണ്. ശരി. കുഞ്ഞ ഒരു കാര്യം ചോദിച്ചോട്ടെ? വളരെ ഇഷ്ടമാണ്, സ്റ്റാർ മാജിക് ഒക്കെ കാണാറുണ്ട്. Thank you, ചേട്ടാ. ഒരു കാര്യം ചോദിക്കട്ടെ, ആ ചാട്ട വേദനിക്കോ? നല്ല വേദനിക്കും ചേട്ടാ, ഓൾറെഡി വേദനിച്ചിരിക്കുകയല്ലേ. അതെ അല്ല, ഞാൻ വേദന മാറുമ്പോ എല്ലാരും പരിപാടി ചോദിക്കും ഇങ്ങനെ. അപ്പൊ കൊല്ലം ബ്യൂറോയിലോട്ട് പോയിക്കോളൂ. നമുക്ക് വീണ്ടും പട്ടി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ വിഷയത്തെ കുറിച്ച് ശാസ്ത്രജ്ഞൻ എന്താണ് പറയാനുള്ളത്? ഇത് നമ്മുടെ നായ. ഈ നായ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്ര ലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ് ഈ പട്ടി. ഈ പട്ടി എന്ന് പറയുന്ന സാധനം പണ്ട് ആദ്യമായിട്ട് നമ്മൾ ചന്ദ്രനിൽ റോക്കറ്റ് വിട്ടപ്പോൾ ആ റോക്കറ്റിനകത്ത് നമ്മൾ ആദ്യം പട്ടിയാണ് കയറ്റി വിട്ടത്. അതെന്താണ് ഈ പട്ടിയൊക്കെ അത് ഈ ബുദ്ധിയും ബോധവും ഉള്ളവർ ആരെങ്കിലും കയറി പോകുന്ന ആയിരിക്കുമല്ലോ നല്ലത് എന്ന് വിചാരിച്ചിട്ടാവും. അതേ സമയത്ത് തന്നെ റഷ്യ വേറൊരു റോക്കറ്റിൽ വേറൊരു പട്ടിയെയും കയറ്റി വിട്ടു, അതും പെൺപട്ടിയെ. നിങ്ങൾ വിട്ടത് ആൺപട്ടിയായിരുന്നു? ആ, നമ്മൾ ആൺപട്ടിയായിരുന്നു. പിന്നത്തെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു പെൺപട്ടി ആൺപട്ടിയും കൂടെ ആരുമില്ലാത്ത സ്ഥലത്ത് കണ്ടുമുട്ടിയാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിർത്തിയത്. അപ്പൊ റോക്കറ്റ് തിരിച്ചു വന്നായിരുന്ന? ഇല്ല, റോക്കറ്റ് ഒന്നുമില്ല. ഇപ്പൊ അത് പട്ടിക്കൂടായിട്ട് അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ ഒരു വേറൊരു സംഭവം എന്നാ ഈ അതിനുശേഷം ഇന്ന് വരെ ചന്ദ്രനിൽ ആരും കാലുകുത്താത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കാലുകുത്തുമ്പോൾ പട്ടി കടിക്കും. ഇപ്പൊ പട്ടിയിട്ട് ഓടിച്ച് എന്ത് രസം അറിയാമോ? അവിടെ പട്ടിയുടെ ബഹളം. അങ്ങനെ പട്ടി ഒരുപാട് സംഭാവന ഞങ്ങളുടെ ശാസ്ത്ര ലോകത്ത്. അതുകൊണ്ട് പോകാൻ മേലായിരുന്നു. വളരെ വളരെ വ്യക്തമാണ്. മറുപടി വളരെ വ്യക്തമാണ്. പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ശാസ്ത്രജ്ഞൻ അത് വിശദീകരിച്ച് തന്നതും. നമുക്ക് ലക്ഷ്മി നക്ഷത്രത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കി കാണുന്നു? നമ്മൾ ശരിക്കും നോക്കി കാണുമ്പോ മനുഷ്യരെ പോലെ തന്നെ വളരെയധികം സ്നേഹമുള്ള ലോല മനസ്സുള്ളവരാണ് ഈ പട്ടികൾ എന്ന് പറയുന്നത്. എന്റെ വീട്ടിൽ 3 പട്ടികളാണുള്ളത്. ഒന്ന് പാപ്പു, ഒന്ന് പുപ്പി, ഒന്ന് സ്കൂബി. അങ്ങനെ 3 പേരാണുള്ളത്. ഇപ്പൊ കാലത്ത് ഞാൻ പറയണേ, പാപ്പു പോയി ന്യൂസ് പേപ്പർ എടുത്തിട്ട് വരും എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ എടുത്തിട്ട് വരും. പക്ഷെ ഞാൻ വായിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ന്യൂസ് പേപ്പർ ആയിരിക്കും. അങ്ങനെ അതെന്താണ് പട്ടി പേപ്പർ എടുത്തുകൊണ്ട് തന്നിട്ടോ അപ്പുറത്തെ വീട്ടിലെ പേപ്പർ എടുത്ത് വായിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഈ 2 പട്ടി കൂടെ കടിപിടി കൂടി അതെല്ലാം വലിച്ചു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വായിക്കാനൊന്നും കാണില്ലല്ലോ. കടിച്ചു കീറി കാണും. അതുപോലെ ഇപ്പൊ ഈ പാൽക്കാരൻ വരുമ്പോഴും പട്ടി കടിച്ചെടുത്തോണ്ട് വരും. പട്ടി കടിച്ചെടുത്തോണ്ട് വരുമോ? പാല് കടിച്ചോണ്ട് വരുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ പാൽക്കാരനെ പട്ടി കടിച്ചോണ്ട് അതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പൊക്കും മോളെ ഒരു ദിവസം കണ്ടുപിടിച്ചു അല്ലേ? നോക്കിക്കോ. അദ്ദേഹത്തിന് മാത്രം ഐസ്ക്രീം കൊടുത്തിട്ട് ഞങ്ങൾക്ക് മാത്രം ഐസ്ക്രീം തരുന്നില്ല. എനിക്കും വേണോ ഐസ്ക്രീം? എടോ, ഇതെന്റെ കണ്ടുപിടുത്തോളൂ. യൂറിക് ആസിഡ് ആണോ? യൂറിക് ആസിഡ് നേരത്തെ യൂറിക് ആസിഡ് കണ്ടുപിടിച്ചാണ്. യൂറിക് ആസിഡ് ഞാനത് എത്ര കുമിളകൾ വരുന്നു എന്ന് ഒരു ഊതലിൽ ഒന്ന് മാക്സിമം എത്ര പദം അതിനകത്ത് വരുത്താൻ പറ്റും ഒന്ന് കാണട്ടെ. ഇനി ഈ പദ വിട്ട് നിന്റെ അണ്ണാക്കിലൊന്ന് തേക്ക. കുറെ നേരം ഒന്നും മിണ്ടായിരിക്കും. എനിക്കിതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ. ഹലോ. അതെ, എനിക്ക് ഹലോ. സൗണ്ടിൽ നിന്നാണ് ആ പുള്ളിയുടെ ഇതിനെ കുറിച്ച് സംസാരിക്കണം. ആ പുള്ളിയുടെ സൗണ്ട് കട്ട് ചെയ്തേ. ഓക്കെ. ആ സൗണ്ട് വെച്ചാൽ കുഴപ്പമില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് പറയാനാന്ന്? പക്ഷെ ഇതിൽ ആദ്യം പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വളരെ വ്യക്തമായിട്ട് ന്യായമായിട്ടുള്ള കാര്യം. നല്ലൊരു അഭിനയത്തിൻ്റെതായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറയരുത്. അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതാ തെറ്റ്. ബാക്കി ജനങ്ങൾ സാർ ഈ ചർച്ച നീട്ടാതെ എന്നെ എങ്ങനെയാണ് ആശുപത്രി കൊണ്ടുപോകും സാർ പ്ലീസ്? സഹോദര, തന്റെ ഇറച്ചി. ടോമി, ഈ പട്ടികടിയെ കുറിച്ച് എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം? വളരെ നല്ല പട്ടികടിയായിരുന്നു. അതെ. എല്ലാവരും ഇതേപോലെ സമയം കിട്ടുന്ന ഒന്ന് കൊണ്ടുവരുന്ന നന്നായിരിക്കും. ഇതൊക്കെയുള്ള എനിക്ക് പറയുന്നത്. എന്തു ഈ പറയണത്? ആകെ തെരുവിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നമുക്ക് ഇപ്പൊ എന്റെ ഒരു ഭാഗ്യത്തിന് എന്നെ കടിച്ച പട്ടിക്ക് പേ ഇല്ല. അതുകൊണ്ട് എനിക്കും പേ വന്നില്ല. അപ്പൊ ആ പട്ടിക്കും പേ ഇല്ല, താങ്കൾക്കും പേ ഇല്ല. പിന്നെ ആർക്കാണ് പേ? ആവശ്യമില്ലാത്ത കാര്യത്തിനും ആവശ്യമുള്ള കാര്യത്തിനും ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഇവിടെ കിടന്ന് കുറച്ചില്ല ഏതോ അവന്മാരെ പോലുള്ളവന്മാര്. അവന്മാർക്കാണ് പേ. വെറും പേ അല്ല, പെപ്പരപ്പേ. ഒരു സെൻസേഷൻ ന്യൂസ് ആണെന്ന് തോന്നുന്നു. ഇനി ആരെ പട്ടി അടിച്ചോ? അയ്യോ, അടിയായിരുന്നു. ഹലോ. പതുക്കെ പറ.
ആ ശരി 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 സാർ പറയൂ സാർ, അതിനെ കുറിച്ച് ചർച്ച നടത്താം, പറയൂ. സെൻസേഷൻ ന്യൂസ് അല്ലേ? ശരി ശരി ശരിയെന്ന് ശരി നീ വെക്കും. ആരാണ് ഞാൻ കബഡി കളിച്ച് നോക്കണോ? സർ സെൻസേഷൻ അല്ല സെൻസേഷൻ ന്യൂസ് ആണ്. ആ ഓക്കെ ഓക്കെ. ടെൻഷൻ എന്ന്. ഓ സെൻസേഷണൽ ന്യൂസാ അല്ല, എന്താ സർ? എന്റെ ഭാര്യയാണ് എന്നെ വിളിച്ചത്. അവൾ ഇത്രയും നേരം എന്റെ ഈ പരിപാടി ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ആ. അവള് പറയാണ് എന്താ? എത്രയും വേഗം ഈ ചളി പരിപാടി നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ പട്ടിയെ അഴിച്ചു വിടുവന്നു. സാറിന് പറ്റി അത്രയും പേടിയാണ്? പട്ടിയല്ല എനിക്ക് പേടി, പിന്നെ എനിക്ക് എന്റെ ഭാര്യയാണ് പേടി. ന്യൂസ് ടൈം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അവരവർക്ക് അവരവരുടെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ പട്ടി കടിക്കും. ഗുഡ് നൈറ്റ്. ഈ മാറുന്ന കാലത്തെ മാറ്റത്തിനായിട്ടുള്ള പഠനവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് വിജയ് എജു ആപ്പ്. അതായത് ഏറ്റവും മികച്ച അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള ലെസൺ പ്ലാനുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് തരുന്നത്. അതും 2D 3D ഫുള്ളി ആനിമേറ്റഡ് ക്വാളിറ്റിയിലാണ് ലെസൺസ്, അതും വീഡിയോകളിലൂടെയാണ് നിങ്ങളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിജയ് എജു ആപ്പ്. അത് മാത്രമല്ല JEE നീറ്റ് എക്സാം ഇതിനെല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിജയ് എജു ആപ്പിന്റെ ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യൂ വിജയ് എജു ആപ്പ്. സ്റ്റാർ മാജിക്കില് നമ്മൾ ഭയങ്കര രസമുള്ളൊരു ഗെയിമിലേക്കാ പോവാൻ പോണേ. ഈ ഗെയിമിന്റെ പേര് പറയട്ടെ, സട്ടിലിട്ട് സട്ടിലാട്ട്. അല്ലല്ല, ഇവിടെ ഒരാൾ പറഞ്ഞിട്ടാ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു? ഞാൻ ആക്ച്വലി തൊട്ടിലിനൊക്കെ എന്റേതായിട്ടുള്ള ഒരു ഭാഷയിൽ സൊട്ടില് എന്നൊക്കെ ഇട്ടിട്ട് ഒരു പേരിട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നുള്ള പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 3 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഒരാള് അവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഒരാൾ അവിടെ നിൽക്കുന്നു. എല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ധവന്റെ അതെന്താവും ഇതാവും. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ടർക്കി നമ്മൾ കൊടുക്കുവേ. അപ്പൊ ഒരാൾ ഇവിടെയും പിടിക്കണം അവിടെയും പിടിക്കണം. അപ്പൊ ഒരു തൊട്ടിലിന്റെ ഷേപ്പ് കിട്ടില്ലേ? വരും. ആ ഓക്കെ, അപ്പൊ നമ്മള് അങ്ങനെ ഒരു തൊട്ടില് പോലെ ആക്കി. അതിനുശേഷം മൂന്നാമത് നിൽക്കുന്ന ആള് കുഞ്ഞു ടർക്കി ഉണ്ടായിരിക്കും. ആ ടർക്കി ദിങ്ങനെ എറിഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ തൊട്ടിലിന്റെ ഉള്ളിൽ വന്ന് വീഴും കുഞ്ഞാവയുടെ പോലെ. എന്നിട്ട് ഇത് അവര് എന്ത് ചെയ്യണം, രണ്ടറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം. അപ്പൊ ഒരാളുടെ തലയിലേക്ക് ഇത് വീഴും. പിന്നെ അത് അവിടെ ഇങ്ങനെ സ്റ്റേബിൾ ആക്കി വെച്ചിട്ട് വേണം അടുത്തത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തലയിൽ കുഞ്ഞു ടർക്കി ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. ആദ്യത്തെ ടർക്കി എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം പുതിയം കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ സട്ടിലിട്ട് സൊട്ടിലാട്ടുന്നതിന്റെ ആദ്യത്തെ റൗണ്ട് നമ്മൾ തുടങ്ങാൻ പോവാ. അപ്പൊ തൊട്ടിൽ ഇങ്ങനെ എള്ളേ എന്ന് പറഞ്ഞ് കറക്കാൻ അല്ല ആട്ടാൻ ആരാ വരണേ? ഇവിടുന്ന് ശ്രീവിദ്യ. ഓക്കെ, ശ്രീവിദ്യ, ഷാഫി, പ്രശസ്ത ആട്ടുകാർ 2 പേര്. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സട്ടിലിട്ട് സൊട്ടിലാട്ടുന്നതിന്റെ കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഷാഫി. ഇതാണ് തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് പോകുന്ന പരിപാടി. അതെ, പ്രാക്ടീസ് ചെയ്യണം, നന്നായിരിക്കും. ചുളുങ്ങിപ്പോയാൽ നീ ആക്കണ്ട, ഷാഫി ആക്കിയാ മതി. ചുളുങ്ങിപ്പോയാൽ വിട്ടുകളെ പോട്ടെ. അതല്ല, നീ ഇങ്ങോട്ട് പോട്ടെ ഷാഫി, നീ മാത്രം ആക്കിയാ മതി. 1 2 പരിപാടിയാണ്. സിനിമാ നടിയായപ്പോ ഗെയിമിനോടൊന്നും ഒരു ഇതില്ല, ആത്മാർത്ഥത. ഞാൻ ഇനി എങ്ങനെ കാണും മോനെ? ഇനി വീണോ? അതെ വീണ ഞങ്ങള് വെരി ഗുഡ്. 1 point goes to ബിനുചേട്ടൻ and ജസീല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഇപ്പൊ ബിൻചേട്ടന്റെ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കണേ. സട്ടിലിട്ട് സൊട്ടിലാട്ട് സെക്കൻഡ് റൗണ്ട്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഓ എന്റെ പൊന്നു കൊച്ചേ, നിന്നെ ഞങ്ങൾ ജയിച്ചോ.
വെരി ഗുഡ് 2 പോയിന്റ്സ് വീണ്ടും ബിൻചേട്ടന്റെ ടീമിലേക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഷിയാസ് ആൻഡ് അനു. എന്ത് ചെയ്താലും ജയിക്കുക. എന്തിനാലും ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാന്ന് ഇങ്ങനെ ബിൻചേട്ടനും അനീഷേട്ടനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത റൗണ്ടിൽ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പൊ മത്സരം കഴിഞ്ഞു എന്ന് വിചാരിച്ച് പറഞ്ഞാന്ന് പറയണ്ടായിരുന്നു എന്ത് ചെയ്യുമെന്ന് പറ. നോക്കട്ടെ ഇനി എന്തിനാലും ഏത് ടീമാ ജയിക്കാന്ന് കൗണ്ട് ഡൗൺ കൊടുക്കാട്ടോ. ദൈവമേ ഇതിൽ ഇവര് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കായിരിക്കുമല്ലോ. അയ്യോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Oh, just miss. Very good, Susheta. Very good, Angel. വലിച്ചു പിടിച്ചോ. ഓക്കെ. ഇപ്പോ 2-1 ആണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാൻ പോവാ. ഇപ്പൊ എന്തിനാലും തോറ്റുവാണല്ലോ. ഓക്കെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്ന ബിൻചേട്ടന്റെ ടീമാ. പക്ഷെ അവർ കേറി വന്നു തുടങ്ങിയ അസിസ്കോടെ ടീം 2-1 ആണ്. സോ അടുത്ത റൗണ്ട് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അപ്പുറത്ത് അനു എന്നാ അനു കാണിക്കണേ ഈ പുള്ളിയുടെ തലയിലേക്ക് ഇടാ നീ. ഐശ്വര്യ കൂടെ ആർക്കാ ചെയ്യുന്നേ? അനുവേ ടർക്കി കീറല്ലേ ഐശു. അവിടെ എടുത്തു. ഫൗള്. വെരി ഗുഡ്. ഫൗള് ഫൗള്. ഐശു ഇങ്ങോട്ട് മാറാതെ. എടി വെപ്രാളം കാണിക്കില്ല ഐശു. ഫൗള്. പിന്നെ ഫൗളല്ലേ. ടൈറ്റ് ചെയ്ത് പിടി പ്ലീസ്. വളരെ 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 ഈസിയായ ഒരു ഗെയിമാണ്. ആയിട്ടില്ല. ക്യാച്ച്. എന്താണ് എന്തോ അയ്യോ നീ അടിച്ചിട്ടോളൂ. അടിച്ചോളൂ. തല വീണതാണ് പിന്നെ മാറ്റാൻ പറ്റില്ല ആർക്കും. തലവിധിയെ മാറ്റാൻ പറ്റില്ല. വേണ്ട ഷിയാസ് എടുക്കുക. ഷിയാസ് വേഗാവട്ടെ. തലയിലാണ് ഹോൾഡ് ചെയ്യേണ്ടത്. തലയിൽ ഇനി കുറച്ച് സീരിയസ് ആയിട്ട് അടിച്ചോ. അത് വെറുതെ വീണ്ടും തല രണ്ടുപേരോട് ഒരാൾ ടൈറ്റ് ചെയ്ത് പിടിക്കും. ഒരാൾ ടൈറ്റ് സ്വന്തമായിട്ടിട്ടോളൂ. കേറിപ്പോ സമ്മാനം കൊണ്ടുപോ. ജയിച്ചിട്ട് വാ കൊണ്ടുപോ. അനു ഒന്നും ചെയ്യല്ലേ ചേച്ചി. ഇത് നല്ല ടൗലാണ് ചേച്ചി. 60 രൂപ. വര നോക്കണേ ചേച്ചി ഇത് വെറും നല്ല ടൗലാണ്. 60 രൂപ. നല്ല സാധനം 60 രൂപ. ഇത് 35 രൂപ. ഇത് വേണമെങ്കിൽ എടുത്തോ ചേച്ചി. ഒരുമിച്ചാണ്. ദാറ്റ് മീൻസ് ഇപ്പോ കറണ്ട് ഒരു നില എന്ന് പറയുന്നത് ഇവിടെ 3-ഉം അവിടെ 2-ഉം. അപ്പോ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്ന ബിൻചേട്ടന്റെ ടീമാണ്. ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 പോയിന്റ്സും അതുപോലെ തന്നെ അവിടെ 2 പോയിന്റ്സും ആണ്. ഇനി നമ്മൾ അടുത്തൊരു ഫൈനൽ റൗണ്ടിലേക്ക് പോകാൻ പോവാ. ആകെ 5 മിനിറ്റ്സ് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. ഈ 5 മിനിറ്റ്സിൽ എത്ര എണ്ണം നിങ്ങൾക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രയും ഹോൾഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. 5 മിനിറ്റ്സ് ടൈം സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നീ പിടിക്കണ്ട. ഓക്കെ. അയ്യോ ഞാൻ തരാം. തലയിലായത് അടിക്കണ്ട. അസിസ്റ്റന്റ് തല 2 ആയിട്ടുണ്ട്. ബിനു ഇട്ടോ വേഗാവട്ടെ. എനിക്കൊന്നും കാണാൻ വേടാ. തലയിൽ വീണ കിളികളാണ്. അമ്പോ ഇതാണ് ഓക്കെ കുഴപ്പമില്ല. എവിടെയാ?
വെരി ഗുഡ് അസീസ്ക, സൂപ്പർ പ്ലേ. എവിടെ എങ്ങനെയാടി ഒന്നും കാണാൻ പാടില്ല. വലിക്കല് ഞാൻ പറഞ്ഞു തട്ട് മാറിക്കോ. വന്നോ? ആ റെഡി. എടി ഒന്നും കാണാൻ പാടില്ല. പോയി. എന്തോടെ തലയിൽ കൂടെ മുണ്ട് കിട്ടുന്ന നടക്കുന്നത് മോശമല്ല സിസേ, ഒരു കളയിലാണ് കൂടെ. അയ്യോ ഓക്കെ ഓക്കെ. അഴിച്ച ആ ഒന്ന് ഞങ്ങട് തരാടി. ആ വെച്ചോ. അങ്ങനെ കയ്പ് നീര് അറിഞ്ഞു തുടങ്ങി. ഗെയിം ഇസ് ഓവർ. ഇവിടെ 2 ആൻഡ് ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 പോയിന്റ്സ്. അപ്പൊ ഗുഡ് ജോബ്. ഭയങ്കര വ്യത്യാസമാണ് വന്നത് അല്ലേ? ഇവിടെ 2 പോയിന്റ്സും ഇവിടെ 11 പോയിന്റ്സും ആണ്. സോ കൺഗ്രാറ്റുലേഷൻ ടു അസീസ്ക, സുധിച്ചേട്ടൻ, എന്റെ ടീം. പറ്റില്ല ബിൻചേട്ടാ, ശരിക്കും ബിൻചേട്ടന്റെ ടീമാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റൗണ്ടും കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ടോ? ഓക്കെ ഷിയാസ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടീമിന് വേണ്ടി, കാരണം നിങ്ങളാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈ വന്നപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വന്നത്. ഒരു റൗണ്ട് കൂടെ നമ്മൾ ഓക്കെ കമോൺ. ആരാണ് വരണേ? ഒന്നും നോക്കണ്ടെന്ന് ഞാൻ പറയില്ല, എല്ലാം നോക്കണം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ ഒരു പ്ലേയുടെ ക്ലൈമാക്സിലേക്ക് കേട്ടോ. അപ്പൊ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. അതിനുശേഷം നമ്മൾ ഓൾ ടോട്ടൽ പോയിന്റ്സ് പറയും. അവിടെയാണ് ക്ലൈമാക്സ് വരെ. ഓക്കെ, സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. തലയിടാൻ പറ്റോ? തലയിലായിക്കോ, ഇങ്ങനെ ആക്കി തലയിലായിക്കോ. ആക്കോ. അത് പോയി പോട്ടു. അതും പോയോ? വെരി ഗുഡ്. നിന്നാ മതി അങ്ങനെ. ഉണ്ടാകുന്നു നോക്കാം. അത് എടുത്താ. ഇട്ടോ വലിച്ചു കൊടുത്തു. ഓക്കെ, കാഫിനിട്ടോ. അമ്പലത്തിലെ കാര്യസ്ഥനാണോ? നീ മിണ്ടണ്ട, ഷാഫി എനക്കല്ലേ. അതുപോലെ ഇവിടെ ഒരെണ്ണം ഇടുമ്പോ ഒരെണ്ണം കളയും. അതുപോലെ അല്പം കൂടെ അവിടെ കൊണ്ട് പറയണ്ടേ. മിണ്ടായിരുന്നാ മതി. ഷാഫി കുഞ്ഞാൻ. നില്ല, ഞാൻ പറഞ്ഞോ. അല്പം കൂടെ സ്പീഡ്. അല്പം കൂടെ. കണ്ണ് കണ്ടാ പോലും വെളിവില്ലാത്ത മനുഷ്യനല്ല. ഗെയിം ഇസ് ഓവർ. ഇവിടെ ടോട്ടൽ 2 പോയിന്റ്സ്. അതാ തോളത്തെ കേട്ടോ, തലയിലിരിക്കണ മാത്രം എടുക്കാൻ പറ്റും. 1 2. മതി. ഓക്കെ, 2 3 4 5 6. ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇവിടെ എത്ര പോയിന്റ്സ് ആണ് ഓരോ ടീം സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയണ്ടേ? ബിൻഷന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 11 പോയിന്റ്സ് ആണെങ്കിൽ അസിസ്കയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 22 പോയിന്റ്. അതായത് 11 into 2 എന്ന് പറയുമ്പോൾ ഇരട്ടി പോയിന്റ് ആണ് ഇവർ സ്കോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആൻഡ് ടീം. അപ്പോഴേ സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ സമയം ഇവിടെ തീരാണ്. ഗുഡ് നൈറ്റ്.